ആ വീഡിയോ ദൃശ്യം കണ്ടവരെല്ലാം ആ ഡ്രൈവർ ആരാണെന്ന് തിരക്കി നടക്കുകയായിരുന്നു. എന്താ സംഭവിച്ചെന്ന് പറയാമോ? സംഭവിച്ചെന്താ, ഇടത്തെ ഭാഗത്ത് ഓട്ടോറിക്ഷ നിർത്തി ആളിറക്കിക്കൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ഒരു പൈതല് അച്ഛൻ പൈസ കൊടുക്കുന്ന ടൈമിൽ പൈതൽ ഇറങ്ങി ഓടി. ആ കുഞ്ഞിന്റെ അമ്മ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നു, അങ്ങോട്ട് ഓടിയതാ. പക്ഷെ പ്രതീക്ഷിക്കാതെ ഞാൻ കാണുന്ന ഓട്ടോറിക്ഷന്റെ മറന്ന് ഇങ്ങോട്ട് ഓടി. നമ്മൾ ബസ് അവിടെ എത്തി. കറക്റ്റ് ചവിട്ടി വെട്ടിച്ച് മാറ്റി. എന്തോ ഭാഗ്യത്തിന് കുട്ടി രക്ഷപ്പെട്ട്. നിങ്ങൾ ആ ഓട്ടോന്റെ തൊട്ടടുത്തുനിന്നാ കണ്ടതല്ലേ? ഓട്ടോറിക്ഷന്റെ മറന്ന് ഇങ്ങനെ കയറുന്ന കണ്ടേ, അങ്ങനെ കണ്ടേ. പിന്നെ എന്താ, എനിക്കൊന്നും കാണാൻ, ഞാൻ ചവിട്ടി വലത്തോട്ട് പരമാവധി വെട്ടിച്ച് ചവിട്ടി നിർത്തി. പക്ഷെ കുഞ്ഞ് തട്ടിയിട്ടില്ല, നൂലിൽ രക്ഷപ്പെട്ട്. അതിന്റെ ഷോക്കിലായിരുന്നോ? ഷോക്കിലായിരുന്നു. അന്ന് ഇറങ്ങി പോയതാ. പിന്നെ എന്നാ കയറിയ വണ്ടിയിൽ എനിക്കുണ്ട് അതേപോലെ 2 ചെറിയ കുഞ്ഞുങ്ങളെ. അപ്പോൾ ആ ടെൻഷനിൽ ഞാൻ ആകെ ഷോക്കായി പോയി. അതിനുശേഷം വണ്ടി എടുത്തില്ല. ഇന്നാപ്പം എടുക്കുന്നത്. ആ കുടുംബമായിട്ട് സംസാരിക്കാൻ പറ്റി പിന്നീട്? അത് മലയാളീസ് അല്ല, ബംഗാളികളാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അത്ര എന്താ പറയുക, വീഡിയോ ഒന്ന് കിട്ടിയിട്ടുണ്ട്. വെള്ളിയാഴ്ച സംഭവിച്ചാൽ. പക്ഷെ എന്നാണ് ഗ്രൂപ്പിലൊക്കെ ഇട്ടേ വീഡിയോ. ഞാൻ പുറത്ത് വിടാനായിരുന്നു. അതേക്കുറിച്ച് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങളെ. അതിനുവേണ്ടി ഒന്ന് ഇട്ട ഗ്രൂപ്പിൽ. ഞാൻ പിന്നെ ആദ്യം വിടണ്ടെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഇത് കണ്ടക്ടറിനോട് പറഞ്ഞു, എന്താ രക്ഷിതാക്കളൊക്കെ ഒന്ന് കണ്ടോട്ടെ, നീ ഗ്രൂപ്പിലേക്ക് ഇടുകയായിരുന്നു. അപ്പം അങ്ങനെ ഗ്രൂപ്പിൽ ഇട്ടാ. പക്ഷെ ഇങ്ങനെയൊക്കെ ആവും ഞാൻ വിചാരിച്ചില്ല. നേരത്തെ എങ്ങനെ എപ്പോഴെങ്കിലും രക്ഷപ്പെടുത്തി നടത്തിയിട്ടുണ്ടോ? ഇത്ര ഒന്നും സംഭവിച്ചിട്ടില്ല. ചെറിയതൊക്കെ. എന്നാലും അങ്ങനെ വലിയ ആക്സിഡന്റും കാര്യങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. ദൈവത്തിന്റെ ഒരു കൈയാണ്, ദൈവത്തിന്റെ ഇടപെടൽ. എന്റെ കഴിവല്ല, ദൈവത്തിന്റെ ഇടപെടൽ തന്നെ. അത്രേ ഉള്ളൂ.